ആതിരയില്ലാത്തൊരു ലോകത്തെപ്പറ്റി സാറിന് ഇനി ആലോചിക്കാൻ പോലും പറ്റില്ല. അത്ര നല്ല കുട്ടിയായിരുന്നു അവള്. സാറിന് മാത്രമല്ല, നിനക്കും റിയാലിറ്റി ആയിട്ട് ഇതുവരെ പൊരുത്തപ്പെടാനായിട്ടില്ല എന്ന് എനിക്കറിയാം. നന്ദൻ സാറിന്റെ മുമ്പിൽ എൻ്റെ അവസ്ഥയ്ക്കൊന്നും വലിയ പ്രസക്തിയില്ല മാണു. എന്നാലും ഈയിടെ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരെ ഒന്നും പരിചയപ്പെടാതിരിക്കുന്നതായിരുന്നു നല്ലതെന്ന്. ഒരു വാക്കുപോലും പറയാതെ ഒരു ഫൈൻ മോർണിംഗിൽ അവർ ഇറങ്ങിപ്പോകുമ്പോഴുണ്ടാവുന്നൊരു ശൂന്യതയുണ്ടല്ലോ, അത് ഭീകരമാണ്. അത് ഓവർകം ചെയ്യാൻ വലിയ പ്രയാസമാണ്. ആദ്യം നിന്റെ കേസിൽ എനിക്കത് അനുഭവപ്പെട്ടതാ. സത്യത്തിൽ ആ ഒരു ഗ്യാപ്പിൽ നിന്ന് കരകയറാനാ ഞാൻ ആതിരയായിട്ട് അടുത്ത് തുടങ്ങിയത്. അതിപ്പോ എങ്ങനെയായി? ഒരുപക്ഷെ ആദ്യത്തെ വേദനയേക്കാൾ വലിയൊരു വേദന. ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു നഷ്ടവും മറ്റൊന്നും കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു പാഠം കൂടി പഠിക്കാനായി. അപ്പോ സാരമില്ല, നമുക്ക് ആ ടോപ്പിക്ക് വിടാം. നന്ദൻ സാറിന്റെ കാര്യത്തിൽ ഉടനെ എന്തെങ്കിലും ചെയ്യണം നമുക്ക്. സത്യത്തിൽ നിന്നെയും കൂട്ടി ഞാനിന്ന് അവിടെ പോയത് ആ ഫിലിപ്പോസിന്റെ കാര്യം പറയാനാ. പക്ഷേ സാറിന്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്കത് പറയാൻ തോന്നിയില്ല. അതൊരു അപകടമായിരുന്നു എന്ന് സാറിനൊരു ചെറിയ സൂചന കൊടുത്താൽ പോലും ആ മനുഷ്യനെ അത് വല്ലാതെ ഭ്രാന്ത് പിടിപ്പിക്കുമായിരുന്നു. ശരിയപ്പോ, നീ ഇത് പറയാതിരുന്ന തന്നെ നല്ലത്. ഈ അവസ്ഥയിൽ അങ്ങനൊരു കാര്യം കൂടി അറിഞ്ഞാൽ ചിലപ്പോ നന്ദൻ സാർ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മാളു, അങ്ങനെ ഒരു സാധ്യതയ്ക്ക് 100% ചാൻസ് ഉണ്ടെങ്കിൽ ആ ഫിലിപ്പോസിന് അതിനുള്ള ശിക്ഷ കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ ആതിരയുടെ ആത്മാവിനോടും അവളുടെ ചേട്ടനോടും നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റായിരിക്കും അത്. സാർ കുറച്ചുകൂടി ഓക്കെ ആവട്ടെ അപ്പോ, എന്നിട്ട് കാര്യം ഷെയർ ചെയ്താൽ മതി. ഞാൻ മുരളി അങ്കിളിനോട് ആ ആക്സിഡന്റിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്കിളിന് എന്നാ വരിക? അറിയില്ലപ്പോ, സേലത്താ. അവിടെ ഏതോ ഒരു വലിയ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിന്റെ എസ്റ്റിമേറ്റ് സബ്മിറ്റ് ചെയ്യാൻ പോയതാണെന്നാ പറഞ്ഞത്. ചിലപ്പോ 2-3 ദിവസത്തിനുള്ളിൽ എത്തിയേക്കും. നീ മുരളി അങ്കിൾ വന്നിട്ടല്ലേ തിരിച്ചു പോവൂ? അതും അറിയില്ല. ഒരുപക്ഷെ അച്ഛൻ വന്നാൽ തന്നെ ഉടനെ തിരിച്ചു പോകുന്ന ഉറപ്പൊന്നുമില്ല. അപ്പോ ഡോക്ടറായിട്ടുള്ള ഈ സ്ട്രൈക്ക് നീട്ടിക്കൊണ്ടു പോകാനാണോ ഉദ്ദേശിക്കുന്നത്? ഇതൊരു സ്ട്രൈക്കിന്റെ പ്രശ്നമല്ല അപ്പോ. നമ്മളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരുടെ ചില നിലപാടുകൾ നമ്മുടെ മനസാക്ഷിയായിട്ട് പൊരുത്തപ്പെടാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു തരം ഫ്രിക്ഷൻ, അത് മനസ്സിൽ വെച്ച് നമുക്ക് അവരോട് പെരുമാറാനാവില്ല. അല്ലെങ്കിൽ പിന്നെ റിയൽ ലൈഫിൽ നമ്മൾ അഭിനയിക്കാൻ പഠിക്കണം. അതിലെനിക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് വിട്ടു നിൽക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു തരത്തിൽ പറഞ്ഞാ നീ പറഞ്ഞ ശരിയാ. നമ്മുടെ ലൈഫിൽ പ്രിയപ്പെട്ടവരാകാൻ പോകുന്നവരെയൊന്നും പരിചയപ്പെടാതിരുന്നാൽ മതിയായിരുന്നു. എങ്കിലതങ്ങനെ ഓർക്കാൻ സുഖമുള്ളൊരു നഷ്ടമായി മനസ്സിൽ കിടക്കുമായിരുന്നു. ഇതിപ്പോ അങ്ങനല്ലല്ലോ. നമസ്കാരമുണ്ട് പെങ്ങളെ. എന്നെ മനസ്സിലായില്ലയോ? ഫിലിപ്പോസ് ആണേ, പൈനാപ്പിൾ ഫിലിപ്പോസ്. എന്നതാ ഒരു വിമിഷ്ടം പോലെ? മനസ്സിലായില്ലേ എന്നെ? അതോ മനസ്സിലായതിന്റെ ഒരു പരിവേഷമാണോ? എന്തു വേണം? എന്തിനാ നിങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത്? അയ്യോ, എനിക്കൊന്നും വേണ്ടായേ. വേണ്ടതിലധികം കർത്താവ് തമ്പുരാൻ ഈ പാവത്തിന് തന്നിട്ടുണ്ട്. അതിപ്പോ സമ്പത്താണേലും സങ്കടമാണേലും. അല്ല, കൊടുക്കുമ്പോ മനസ്സറിഞ്ഞു കൊടുക്കുന്നതാണല്ലോ ദൈവം തമ്പുരാന്റെ ഒരു രീതി. അല്ല, മുരളി സാർ എവിടെ? ഞാൻ വന്നത് സാറിനെ കണ്ടൊരു കാര്യം പറയാനാണ്. മുരളിയേട്ടൻ ഇവിടെ ഇല്ല. എവിടെ പോയി? എപ്പോ വരും? ഉടനെ എങ്ങാനും വരുമെങ്കിൽ ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം. അത് വേണ്ട, മുരളിയേട്ടൻ ഔട്ട് ഓഫ് സ്റ്റേഷനാ. വരാൻ കുറച്ചു ദിവസം കഴിയും. അയ്യോടാ, അത് ചതിയായി പോയല്ലോ. സാറിനെ നേരിൽ കണ്ട് ഒരു നന്ദി വാക്ക് പറയാൻ ഓടിപ്പാഞ്ഞ് വന്നതല്ലയോ ഞാൻ. എണ്ണക്കാശും ചെലവാക്കി കഷ്ടപ്പെട്ട് ഇളം വരെ വന്നപ്പോ ആൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ. എന്നാ പറയാനാ? ആരാ അശ്വതി? ചേട്ടത്തി, ഇത് ഞാനാ, ഫിലിപ്പോസ്. എന്നതായാലും വന്ന സ്ഥിതിക്ക് പെങ്ങളോടും ചേട്ടത്തിയോടും ഉള്ള കാര്യം പറഞ്ഞിട്ട് ഞാൻ ഡിമീന്നങ്ങ് പോയേക്കാം. അതെ, നമ്മുടെ ചെക്കനും അവന്റെ കൂട്ടുകാരൻ പയ്യനും കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയായിരുന്നു കേട്ടോ. ഇവിടുത്തെ സാറും കൂടിയൊക്കെ മനസ്സ് വെച്ചോണ്ടാ പിള്ളേരെ ഇപ്പോഴെങ്കിലും ഒന്ന് പുറത്തിറക്കാൻ പറ്റിയത്.
ഈ കേസിൽ കക്ഷി ചേരരുതെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഒന്ന് സാറിനെ കണ്ടത് പെങ്ങൾ ഓർക്കുന്നില്ലേ? ഇവിടത്തെ മോളെന്ന് എന്നോട് ഇമ്മിണി ചൂടായിട്ടൊക്കെ സംസാരിച്ചെങ്കിലും സാർ ഈ ഫിലിപ്പോസിനോട് ഇത്തിരി സ്നേഹം കാണിച്ചു. പറഞ്ഞതുപോലെ സാർ ആ കേസിൽ പിന്നെ ഇടപെട്ടതേയില്ല. അതിന്റെ ഒരു ഗുണമാ പിള്ളേർക്ക് കിട്ടിയത്. അതിന്റെ ഒരു നന്ദിയും സന്തോഷവും നേരിട്ട് വന്ന് അറിയിക്കേണ്ട ഒരു കടമ എനിക്കുണ്ടല്ലോ. അതിനാ പെങ്ങളെ ഞാൻ വന്നത്. സന്തോഷത്തിന് വണ്ടിയിൽ ഇത്തിരി പൈനാപ്പിൾ ലഡ്ഡു ഇരിപ്പുണ്ട്. എടുക്കട്ടെ ഏട്ടത്തി? ഷുഗറൊന്നുമില്ലല്ലോ? ഒന്നും വേണ്ട, നിങ്ങളിപ്പോ പോ, ഞങ്ങൾക്ക് ഇവിടെ ജോലിയുണ്ട്. അയ്യോ, ഞാനിനി ബുദ്ധിമുട്ടിക്കുന്നില്ല, ഇറങ്ങിയേക്കുവാ. എന്നിട്ട് സൗകര്യം പോലെ സാറുള്ളപ്പോ ഒരു ദിവസം ഇറങ്ങാം. പിന്നെ പെങ്ങളെ, പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോയി. നമ്മുടെ ആ വക്കീലുണ്ടല്ലോ, ആ നന്ദകുമാർ വക്കീല്, ആൾ എന്നെയും എന്റെ പിള്ളേരെയും പൂട്ടിക്കെന്ന് പറഞ്ഞ് നടക്കുകയില്ലായിരുന്നു. അല്ല, അയാളാള് മിടുക്കനാ. പറഞ്ഞ പോലെ അയാളെങ്ങാനും ഈ കേസിൽ കക്ഷി ചേർന്നിരുന്നേൽ പിള്ളേരെ ഈ പെരുന്നാളിനും പെസകാക്കൊന്നും പുറത്തിറക്കാൻ പറ്റില്ലായിരുന്നേ. പക്ഷെ എന്റെ ഭാഗ്യമാണോ അതോ വക്കീലിന്റെ നിർഭാഗ്യമാണോ എന്നതോ, വാദം കേൾക്കുന്നതിന്റെ തലയ്ക്ക് തലേന്ന് കർത്താവ് തമ്പുരാൻ ഒരു മറിമായം കാണിച്ചു. വഴി കിടന്നൊരു ടിപ്പർ ഓടിച്ച് വക്കീലിന്റെ കാറിൽ കൊണ്ട് ഒറ്റ കൊളുത്തിരു. പക്ഷെ കൊടുത്തത് വക്കീലിനാണെങ്കിലും കൊണ്ടത് പെങ്ങൾ കൊച്ചിനായിപ്പോയി. പാവം സ്പോട്ടിലേ തീർന്നു. വക്കീല് പരിക്കും പഞ്ചറും ഒക്കെ ആയി ആശുപത്രിയിൽ പോയി. പാവം പെങ്ങളുടെ ശവമടക്ക് പോലും കാണാൻ പറ്റിയില്ലെന്നാ കേട്ടത്. ഉള്ളത് പറയാമല്ലോ ചേട്ടത്തി, ഞാൻ ആ സമയം കൊണ്ട് പിള്ളേരെ കേസിൽ നിന്ന് അങ്ങ് ഊരിയെടുത്തു. ഇതൊക്കെ നിങ്ങൾ ഞങ്ങളോട് പറയുന്നത് എന്തിനാ? കാര്യമുണ്ട് പെങ്ങളെ. വക്കീലിനെയും പെങ്ങളെയും അപകടത്തിൽപ്പെടുത്തിയത് ഞാനും എന്റെ ആൾക്കാരും ചേർന്നാണെന്നുള്ളൊരു സംസാരം തെന്നിയും തെറിച്ച് നടക്കുന്നുണ്ട്. അത് ഇവിടത്തെ സാറിന്റെ ചെവിയിലും ആരോ കൊളുത്തി കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ സാറ് സ്റ്റേഷനിൽ പോയി ആക്സിഡന്റ് കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചത്. എനിക്കറിയാം സാറ് പെങ്ങളോട് അതിനെക്കുറിച്ച് പറഞ്ഞു കാണുമെന്ന്. സാറ് ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നിങ്ങളൊരു ഉപകാരം ചെയ്യണം. ആ കാര്യത്തിൽ ഇനി വലിയ അന്വേഷണത്തിനൊന്നും നിൽക്കണ്ട, സ്നേഹപൂർവ്വം ഒന്ന് ഉപദേശിക്കണം. സാറിന് അന്വേഷിക്കാനും അറിയാനും ഈ ഭൂമിയിൽ എന്തോരം കാര്യങ്ങളുണ്ട്. ചത്തവരുടെയും ചതഞ്ഞവരുടെയൊക്കെ ജാതകം അന്വേഷിച്ച് വെറുതെ എന്നാത്തിനാ നേരം പാഴാക്കുന്നേ? അത് മോശമല്ലേ ഏടത്തി? അത് വക്കീലിന്റെയും പെങ്ങളുടെയും വിധി. അത് അങ്ങനെ അങ്ങ് വിട്ടേക്കുക. അല്ലാതെ അതിന്റെയൊക്കെ പിന്നാലെ പോയി ഈ കഴുത്തേ കിടക്കണ മിന്നിന് ആളില്ലാതാക്കണോ പെങ്ങളെ? മാത്രമല്ല, മോളുടെ കഴുത്തിലും ഒരു ഡോക്ടർ പയ്യൻ കെട്ടിയ മിന്നു കിടക്കുകയില്ലയോ? എന്തിനാ വെറുതെ റോഡിലൂടെ ഓടുന്ന ടിപ്പറിന് പണിയുണ്ടാക്കുന്നത്? അമ്മയ്ക്കും മോക്കും ജീവിതം ഇനിയും കുറെ ബാക്കി കിടക്കുകയില്ലയോ? അതുകൊണ്ട് രണ്ടുപേരുടെയും കഴുത്തി കിടക്കുന്ന കെട്ടുതാരി അവിടെ കിടന്നോട്ടെ, അല്ലയോ എടുത്തി? കാര്യങ്ങൾ അതിൻ്റെതായ രീതി പറഞ്ഞു കൊടുക്കുന്നേ. അതുകൊണ്ട് കെട്ടിയോ വരുമ്പോ പറയണം, ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ നിൽക്കാതെ അവനവന്റെ പണിയും കുടുംബവും ഒക്കെ നോക്കി മര്യാദയ്ക്ക് കഴിഞ്ഞോളാൻ. അതാ നല്ലത്. എന്നാ പോട്ടെ മങ്ങളെ. ചേട്ടത്തി, അടുത്തവണ വരുമ്പോ ഫിലിപ്പോച്ചാൻ പൈനാപ്പിൾ ലഡ്ഡു ഇത്തിരി തോനെ കൊണ്ടുവരാം. അപ്പൊ ഇറങ്ങട്ടെ. ഇവിടെ ഒരു തേങ്ങയും വേണ്ട, താനൊന്ന് ഇറങ്ങി പോകാൻ നോക്ക്. തേങ്ങയല്ല, പൈനാപ്പിള്. ചേട്ടത്തിക്ക് തെറ്റിപ്പോയി തോന്നുന്നു. അല്ല, മോൾ ഇവിടെ ഇല്ലായിരുന്നോ? എവിടെ പോയിട്ട് വരുന്നു? നിങ്ങൾ എന്തിനാ വന്നത്? ഞാനൊരു നന്ദി വാക്ക് പറയാൻ വേണ്ടി വന്നതാ മോളെ. വന്നപ്പോഴാ മുരളി സാർ ഇവിടെ ഇല്ലെന്നറിഞ്ഞത്. എണ്ണക്കാശ് മുടക്കി വന്നത് വെറുതെ ആണ്ടല്ലോ എന്ന് കരുതി. പിന്നെ പെങ്ങളോടും ചേട്ടത്തിയോടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാന്ന് കരുതി. എന്നതാ മോളെ നീയൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? അങ്കിളിനോട് പിണക്കൊന്നും തീർന്നില്ല ഇതുവരെ. നീ എന്നോട് പിണങ്ങിയാലും എനിക്ക് നിന്നോട് ഒരു പിണക്കവും ഇല്ല. ഒന്നുമില്ലേലും നീയും എന്റെ സാംകുട്ടിയും ഒക്കെ തരക്കായ പിള്ളേരല്ലയോ? പിന്നെ ഇവിടെ ഉള്ളവരോട് അങ്കിള് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം വരുമ്പോ മോള് കൂടി കാര്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണം. എന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിട്ട് വെറുതെ വീട്ടിലിരിക്കുന്നവരുടെ മനസ്സമാനം കളയുന്നേ? എന്നാ അങ്കിള് പോയിട്ട് വരാം. എന്താ അമ്മേ, അയാളെന്താ പറഞ്ഞത്? മുരളിയേട്ട സ്റ്റേഷനിൽ പോയി നന്ദൻ വക്കീലിനെയും പെങ്ങളിനെയും ഇടിച്ച വാഹനത്തെ പറ്റിയൊക്കെ ഒന്ന് അന്വേഷിച്ചിരുന്നു.
അതറിഞ്ഞിട്ട് വന്നത് അയാള്. അതിനൊന്നും ഇനി ഇറങ്ങരുതെന്ന് പറയാൻ. എന്റെ ഈശ്വര, ഈ മുരളി ഇതെന്ത് ഭാവിച്ചാ? ഇതൊക്കെ അന്വേഷിച്ചു പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അശ്വതി? മനുഷ്യന്റെ സ്വൈര്യം കെടുത്താനായിട്ട്. അപ്പൊ അപ്പുവിന്റെ സംശയം ശരിയായിരുന്നു. ആ അപകടത്തിന് പിന്നിൽ ഇയാള് തന്നെയാ. ആണെങ്കിലും അല്ലെങ്കിലും നിനക്കെന്താ? ദേ മാളു, നീ ഇനി ആ കൊച്ചിനോട് ചെന്ന് ഇതൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. അയാള് പറഞ്ഞതുപോലെ ചെയ്യുമെന്നുള്ള അനുഭവം കണ്ടില്ലേ? അല്ലെങ്കിൽ തന്നെ ഇനി അതിന്റെ പിന്നാലെ നടന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഒന്നുമില്ലേ, പോയവരോ പോയി. ബാക്കിയുള്ളവരെങ്കിലും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ നോക്ക്. അത് ശരിയാ മോളെ. അച്ഛനെയും ജോബിനെയൊക്കെ ഉന്നം വെച്ച് സംസാരിച്ചിട്ടാ അയാൾ ഇവിടുന്ന് പോയത്. എന്തു ചെയ്യാനും മടിയില്ലാത്തവനാണെന്ന് മനസ്സിലായില്ലേ? ഇനി ഇവിടുന്ന് ആരും അതിന്റെ പിന്നാലെ പോവണ്ട. മുരളിയേട്ടൻ വിളിക്കുമ്പോ ഞാൻ പറഞ്ഞോളാം. നീ വാ. അപ്പോ എന്താ നീ ആലോചിക്കുന്നത്? ഒന്നുമില്ല. നന്ദന്റെ വീട്ടിൽ പോയിട്ട് എന്തായി? ഹൗസ് റിക്കവറായി വരുന്നുണ്ടോ? പരിക്കുകള് കുറേശ്ശായിട്ട് ഭേദമാവാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മാനസികമായും സാർ ആകെ ഡള്ള. യെസ്, അത് നമുക്ക് ഊഹിക്കാമല്ലോ. സാരമില്ല, ടൈം ഹീൽസ് എന്നല്ലേ പറയാറുള്ളത്. അതിന് എത്രയും വേഗം കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്രയൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതിലപ്പുറവും ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞേക്കും വി പി. മാളെന്ത് പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. കുറച്ച് ദിവസം അവളോട് ഉണ്ടാവൂല്ലേ? ആ, ഉണ്ടാവും തോന്നുന്നു. എന്താ പെട്ടെന്ന് മടങ്ങി വന്നതിനെ കുറിച്ച് എന്തെങ്കിലും? നീ അറിഞ്ഞു കാണുന്നറിയാം. ജോബിനുമായി എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അതാ മാള് പെട്ടെന്ന് തിരിച്ചു വന്നത്. വി പിയോട് ആര് പറഞ്ഞു? ഞാനിന്ന് വേറൊരു ആവശ്യത്തിന് വേണ്ടി ജോബിനെ വിളിച്ചിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പോഴാ മാളിന്റെ കാര്യം ജോബിൻ പറഞ്ഞത്. ഞാനിതറിഞ്ഞെന്ന് നീ മാളിനോട് പറയുന്നു വേണ്ട. അവൾക്കത് വിഷമാവും. ട്രീറ്റ്മെന്റിന്റെ കാര്യം നീ എന്ത് തീരുമാനിച്ചു? ഉടനെ തുടങ്ങണം വി പി. ഞാനൊന്ന് സെറ്റിൽ ആയിക്കോട്ടെ. അങ്ങനെ വിചാരിച്ച് സമയം കളയാനില്ല, അറിയാലോ. തന്നെയല്ല, ട്രീറ്റ്മെന്റിലേക്ക് മാറിക്കഴിയുമ്പോൾ നിന്റെ ഈ മൈൻഡ് സെറ്റൊക്കെ ഒന്ന് മാറും. പിന്നെ അതേക്കുറിച്ചാവുമല്ലോ ശ്രദ്ധയും താല്പര്യമൊക്കെ. അങ്ങനെയൊക്കെ നമുക്ക് ഈ ഷോക്കിൽ നിന്ന് പുറത്തു വരാൻ പറ്റൂ. അല്ലാതെ മൈൻഡ് സെറ്റിലായിട്ട് എല്ലാം തുടങ്ങാന്ന് വെച്ചാൽ അത് കാര്യങ്ങൾ കൂടുതൽ വൈകിപ്പിക്കുകയുള്ളൂ. എന്തായാലും ഇതുവരെ വെയിറ്റ് ചെയ്തില്ലേ, കുറച്ചുകൂടെ കഴിയട്ടെ, എന്നിട്ട് മതി വി പി. ഓക്കെ, നിന്റെ ഇഷ്ടം. ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഡോക്ടറെ നിങ്ങൾക്ക് പോയി കാണണം കേട്ടോ. കൈ കഴിയിട്ട് വേഗം വന്നിരിക്കും മോനെ. മമ്മി ഇരിക്കുന്നില്ലേ? മമ്മിയോടെ ഇരിക്കുന്നേ, നമുക്ക് ഒന്നിച്ച് കഴിക്കാം. ഞാനിപ്പോ കഴിക്കുന്നില്ല. അതെന്താ? ജോബിൻ, ഞാൻ കഴിച്ചോ കഴിച്ചില്ലയോ അതൊന്നും നീ ഇനി അന്വേഷിക്കേണ്ട കാര്യമില്ല. എന്നെ എന്റെ സൗകര്യത്തിന് വിട്ടേക്ക്. എന്നോടുള്ള ദേഷ്യം തീർന്നില്ല ഇതുവരെ, അതാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇനി മുതൽ ഇതൊക്കെ തന്നെയാവും എന്റെ സംസാരവും രീതിയും ഒക്കെ. സഹകരിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം സഹകരിച്ചാ മതി.
എന്റെ ക്ഷേമം അന്വേഷിക്കേണ്ട യോഗ്യതയൊക്കെ എന്റെ മോന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതെന്നെ വർത്തമാനമാണ് ഡേസ്മി നീ പറയുന്നേ? അവൾ സ്വന്തം ഇഷ്ടത്തിന് ഇവിടുന്ന് ഇറങ്ങിപ്പോയതിന് ഇവൻ എന്നാ പഴിച്ചെന്നാ നീ പറയുന്നേ? അമ്മച്ചി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് നമ്മൾ തമ്മിൽ മുഷിയാൻ നിൽക്കണ്ട. ഞാനിനി എന്റെ മോനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്റെ മനസ്സിൽ ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുവരെ ശമ്പളമില്ലാത്ത ഒരു കുക്കിന്റെ റോളേ ഈ വീട്ടിൽ എനിക്കുള്ളൂ. എന്നതാ ജോക്കുട്ട നീ കാണിക്കുന്നേ? ദേശം അവളുടെ വിഷമം കൊണ്ട് എന്നതേലും പറഞ്ഞു എന്ന് വെച്ച് നീയോട് ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനാ? അവിടെ ഇരുന്നേ. നിന്റെ അമ്മച്ചി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഇതൊക്കെ. ചുമ്മാ വാശി കാണിച്ച് അത്താഴപ്പട്ടിണി കിടക്കരുത്. അവിടെ ഇരുന്നേ നീ. വേണ്ടമ്മച്ചി, അല്ലാതെ തന്നെ എനിക്ക് നിറഞ്ഞു, തൃപ്തിയായി. അമ്മച്ചി കഴിക്കാം. നീ എന്നെ മുരട്ട് വർത്തമാനാ ഡേസമ്മേ ചെറുക്കനോട് പറഞ്ഞേ? അതും ഭക്ഷണത്തിന്റെ മുന്നിൽ വെച്ച്. ചെറുക്കൻ കഴിക്കാതെ എഴുന്നേറ്റപ്പോ നിനക്ക് മതിയായല്ലോ. മനസ്സിലൊന്നും മുഖത്തും മറ്റൊന്നുമായി എല്ലാവരുടെയും മുന്നിൽ അഭിനയിച്ചു നിൽക്കാൻ എനിക്കറിയില്ല അമ്മച്ചി. പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറയാൻ പേടിയുമില്ല. അതാ ശീലം. എന്റെ മകനാകാനുള്ള യോഗ്യതയുണ്ടെന്ന് അവൻ തെളിയിക്കട്ടെ. എന്നിട്ട് കൂടെ ഇരുന്ന് കഴിക്കുന്നതിനെ പറ്റി ഞാൻ ആലോചിക്കാം. അമ്മച്ചി കഴിക്ക്. അങ്ങനെ മാളു അവിടുന്ന് പിണങ്ങിയിറങ്ങി പോരണമെങ്കിൽ അതിനെന്തോ തക്കതായ കാരണം ഉണ്ടായിരിക്കുമല്ലോ വിപ്പി. അതെന്താണെന്ന് അപ്പു പറഞ്ഞോ? ഇല്ല, അപ്പുവിനോട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൂടുതലൊന്നും ചോദിച്ചില്ല. തന്നെയല്ല, മുരളിയോട് ഞാൻ ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെട്ടത് അപ്പു അറിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഡിമാൻഡ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അപ്പു അറിയണ്ടെന്ന് വിചാരിച്ചു. ഞാനും അങ്ങനെ തന്നെ കരുതിയത്. ബി പി പറഞ്ഞതുകൊണ്ട് ജോബിനെ അവളെ സന്തോഷപൂർവ്വം തിരിച്ചയച്ചതായിരിക്കുമെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും വി പി? അവളിങ്ങനെ പിണങ്ങി വന്നാ ശരിയാവില്ലല്ലോ വി പി. അശ്വതിയോ മുരളിയോ നമ്മളോട് ഷെയർ ചെയ്യാത്തടത്തോളം കാലം നമുക്കതിലും ഡയറക്റ്റായിട്ട് ഇടപെടാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ കുട്ടികൾ തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത് അശ്വതി മുരളി അറിഞ്ഞിട്ടുണ്ടാവില്ലേ? അശ്വതി അറിയാൻ വഴിയുണ്ട്. കാരണം ജോബിനവിടെ വീട്ടിൽ കൊണ്ടാക്കായിരുന്നു. ശേ, ഈ കുട്ടികളെന്താ ഇങ്ങനെ? അന്നത്തെ ആ അബോർഷന് ശേഷം മാളുവിന് മെന്റൽ സ്റ്റെബിലിറ്റി തിരിച്ചു കിട്ടിയിട്ടില്ലെന്ന ജോബിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ചിലപ്പോൾ അത് ശരിയായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്തരം കാര്യങ്ങളിൽ പെട്ടെന്ന് സെൻസിറ്റീവായി മാള് റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇംബാലൻസ് അവർക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ചിലപ്പോ ജോബിന്റെ സംശയം മാത്രമായിരിക്കാം. എന്തായാലും വി പി, അവർ തമ്മിലിങ്ങനെ പിണങ്ങി പിരിഞ്ഞിരിക്കുന്നത് ഒട്ടും ശരിയല്ല. ഡെയ്സി ഉള്ളപ്പോ അതങ്ങനെ സംഭവിക്കേണ്ടതല്ല. അപ്പൊ ഡെയ്സിക്ക് മാനേജ് ചെയ്യാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു കാരണമായിരിക്കും അതിന്റെ പിന്നിൽ. ജോബിന് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലേ? ഇല്ല. ആ കാര്യം സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളോട് നമ്മളായിട്ട് അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ലല്ലോ. ഏതായാലും മാളു ഇനി വരുമ്പോ താൻ ഒന്നും അറിയാത്ത ഭാഗത്തിലൊന്നും സംസാരിച്ചു നോക്ക്. മാളുമായിട്ട് എന്തെങ്കിലും ഇങ്ങോട്ട് പറയാൻ നോക്കാലോ. എന്തായാലും ഞാൻ സംസാരിക്കാം. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോയാൽ ശരിയാവില്ല. നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാ അത് ചെയ്യുകയും വേണം. നമ്മുടെ എന്താവശ്യത്തിനും കൂടെ നിന്ന് സഹായിക്കാൻ ഡെയ്സി അശ്വതിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വരട്ടെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആ പിന്നെ അപ്പോൾ ട്രീറ്റ്മെന്റിന്റെ കാര്യം കുറച്ചുകൂടി കഴിയട്ടെന്നാ പറയുന്നത്. അത് മതി വി പി. നമ്മളായിട്ട് അപ്പുനെ നിർബന്ധിക്കണ്ട. അപ്പുമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് മതി. എന്തായാലും ഡോക്ടറെ ഒന്ന് പോയി കാണണം. അപ്പു സമ്മതിച്ചിട്ടുണ്ട്.